നേരം വെളുക്കുമ്പോ തുടങ്ങും ഇതും വലിച്ച് മുമ്പിൽ വെച്ചിട്ട്. തൊടിയിൽ 4 നേന്ത്രവാഴക്കെന്ന് വെച്ചിട്ടുണ്ട്. അതിന്റെ തടവൊന്ന് ചിക്കി കൊടുത്താലോ? പശുക്കൾ കിടന്ന് അമർന്നത് കേട്ടില്ലേ? ഒരു പിടി വൈക്കോല് പിടിച്ചിട്ട് കൊടുത്താലോ? അതെങ്ങനെയാ? മറ്റുള്ളവർക്കൊരു ഉപകാരമായി പോവില്ലേ? തൊട്ടേനും വെച്ചേനും പണിക്കാരെയും കാത്തിട്ടിരുന്നു. കെട്ടുകെട്ടായിട്ടില്ലേ ഇവിടെ സമ്പാദിച്ചു വെച്ചിട്ട് പോയിരിക്കുന്നത്? ചെയ്യേണ്ട എപ്പോഴായാലും ഞാൻ തന്നെയല്ലേ ചെയ്യണേ. പിന്നെന്തിനാ ഇളയമ്മ വെറുതെ ബഹളം ഉണ്ടാക്കണേ? തറുതല കേട്ടില്ലേ? ഞാൻ ഉണ്ടാക്കുന്നത് ബഹളം. ഇവള് മൂക്കുമുട്ട തിന്നിട്ട് പോയി ഇതും വെച്ച് കിരികിരേന്ന് കരയിച്ചോണ്ടിരുന്ന ബാക്കിയുള്ളൊരു കമാന്നും മിണ്ടാൻ പാടില്ല. കേവം തന്നെ നിന്റെ ന്യായം. പോ രേക്കുട്ടൻ പോയി ഡ്രസ് ചെയ്യ്. സ്കൂളിൽ പോകാൻ സമയമായി. അതുകൂടെ നിനക്കാവില്ല. അവൻ എത്താത്തടത്ത് കയറിയുള്ള തുണി മുഴുവൻ വലിച്ചതായിട്ടാ ആർക്കാ ചെയ്തല്ലേ? അപ്പ ഇതുപോലൊരു അവതാരം ഈ 7-14 ലോകത്തിലുണ്ടാവില്ല. ടീച്ചർ ഒരു രാക്ഷസിയുടെ കഥ പറഞ്ഞല്ലോ. ആളുകളെ കണ്ട ഗർന്ന് ചിരിച്ചിട്ട് വരും അത്രേ. കടിച്ചു നിന്നിട്ട് എല്ലും മുടിയെല്ലാം കാട്ടിൽ കൊണ്ടുവിടും അത്രേ. അമ്മ അതുപോലെ ഒരു രാക്ഷസിയല്ലേ? അങ്ങനെയൊന്നും പറയരുത്. മോന്റെ അമ്മയല്ലേ? ചീത്ത കുട്ടികൾ അങ്ങനെയൊക്കെ പറയാട്ടോ. മോൻ ചീത്ത നല്ല കുട്ടിയല്ലേ? ഞാനേ അരീക്കുളങ്ങര പത്മാവതിയമ്മയുടെ ഉടം വരെ ഒന്ന് പോവുക. കഞ്ഞിയും പുഴുക്കും ഉണ്ടാക്കി പാടത്തേക്ക് അയക്കണം, മറക്കണ്ട. കുളിമുറി കിടക്കണ തുണിയെല്ലാം അലമ്പിടാൻ നോക്ക്. വൈകിട്ടായ മഴക്കാറുണ്ടാവും, ഉണങ്ങില്ല. പിന്നെ വെറുതെ തലകുലിക്കിട്ട് കാര്യമില്ല. പറയണതൊക്കെ മണ്ടയ്ക്കകത്ത് കയറുന്നുണ്ടോ? മോന്ത വീർപ്പിച്ചിട്ട് എന്താ കാര്യം? കണ്ടറിഞ്ഞ് ചെയ്താൽ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതെ നോക്കാം. വഴിവിളക്കിന്റെ വെളിച്ചം ജനൽ കടന്നെത്തി ചുവരിൽ വരയ്ക്കുന്ന നിഴച്ചിത്രം നോക്കി മൈഥിലി കിടന്നു. ദൈവത്തിന് കണ്ണു പിന്നാമ്പുറത്തായിരിക്കണം. അല്ലെന്നും കാരുണ്യം ഉറവെടുത്തു ചുരത്തുന്ന ദിവ്യ ജ്യോതിസായി, കേഴുവോർക്ക് സാന്ത്വനമായി, തീണ്ടുവോർക്ക് കനൽ ശരങ്ങളായി മുന്നിൽ തന്നെയാണെന്നും വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പിന്നെന്തേ, എങ്ങനെ ദൈവനിന്ദ തന്നിൽ കുടിയേറി തമ്പടിച്ച് കൊടിനാട്ടി? മതി, അവിടെ നിർത്ത്. ഉണ്ണീട്ട് എഴുതുന്നതൊക്കെയും തന്നെത്താനെ വായിച്ചാലേ അതിനൊരു സുഖമുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നിർത്തണം. എന്നിട്ട് അതിന്റെ ആ ഒരു ഭംഗിയുണ്ടല്ലോ, അതിലലിഞ്ഞ് എങ്ങനെയാ അത് പറയേണ്ടത് എനിക്കറിയില്ല. ഇന്നാ പിടിച്ചോ. നിങ്ങളായി നിങ്ങളുടെ പാടായി. ഇടയ്ക്ക് നിൽക്കുന്നതിന് വഷളാക്കുന്ന ഏർപ്പാട് എല്ലാം തന്നെത്താൻ അങ്ങോട്ട് ആയിക്കോളൂ. വെറുതെടി, തമാശ. ഈ ജയിലിൽ നിന്ന് എപ്പോഴാണ് എനിക്കൊന്ന് രക്ഷപ്പെടാൻ കഴിയാ? വരണോടത്തും പോണോടത്തും എല്ലാം അച്ഛൻ ഏട്ടത്തിന്റെ ജോലിക്കാരും പറയുന്നുണ്ട്. വേഗം ഒന്ന് ശരിയായി കിട്ടാൻ പ്രാർത്ഥിക്കുക, അത്ര തന്നെ. പ്രാർത്ഥിക്കാഞ്ഞിട്ടപ്പോ കാക്കപ്പുറത്തികൾ പറയണേലും കാര്യമുണ്ടെന്നാ തോന്നണേ. തലയില വര എനിക്കത് ശരിയില്ലാന്ന് തോന്നുന്നു. കരയണ്ട കരയണ്ട, കരഞ്ഞാ ഞാനങ്ങ് പോവും. വെച്ചരശ്. അങ്ങനെ രാഘവൻ നേരെ തളച്ചിടാൻ നോക്കണ്ട കുട്ടീഷ്ണ. കൊടുക്കാൻ ഞാൻ തന്നെ കൊടുക്കും തോന്നണു. ആയിട്ടില്ല, വഴിയുണ്ട്. അതും അങ്ങോട്ട് പറഞ്ഞു തരന്നാ. നോക്കി കണ്ടുപിടിക്കടോ. ആ, എന്തായി കുട്ടന്നേരെ? അവിടെ ഒഴിവുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാ. പക്ഷേങ്കിലെ പഴയ ടീച്ചർ പോയതിന്റെ പിറ്റേന്ന് തന്നെ എത്തിയിരിക്കണു അത്രേ 4-5 എണ്ണം. മന്ത്രിന്റെ ശുപാർശയും കൊണ്ടുവന്നതിനെ വെക്കുകയും ചെയ്തു അത്രേ. ഏതവന്റെ കയ്യും കാലും പിടിച്ചിട്ടാലും വേണ്ട കുട്ടന്നേരെ. ഒരു ജോലിയായി നേരം വിളിച്ചാകുമ്പോ ഒരു വഴിക്കിറങ്ങിപ്പോയാ ആ ശൂർപ്പണയുടെ ചീറ്റും തൊഴിയും അത്രയെങ്കിലും കുറഞ്ഞു കിട്ടുമല്ലോ അതിന്. അതുകൊണ്ടാ. അതുമല്ല, ആ കുട്ടിയുടെ ജന്മനാലുള്ള ആഗ്രഹ പാട്ട് ടീച്ചർ ആവണമെന്ന്. എന്നാ കഴിയണതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ബാക്കി അത് നമ്മുടെ കയ്യിലല്ലല്ലോ. ജോലി അല്ലാണ്ട് അതിനൊരു മോചനം എന്ന് വെച്ചാൽ കുട്ടന്മാർക്ക് അറിയൂലോ. ഇവിടുത്തെ ജാതകത്തില് അങ്ങനെ ഒരു ഏടാ കൂടെ ഉള്ളതുകൊണ്ടാ.
26 ആവാണ്ട് പുടമുറി പാടില്ലെന്നാ. അതിന്റെ അർത്ഥം അവൾക്ക് ശാപമോക്ഷത്തിന് ഇനിയും കൊല്ലം 2 കാത്തിരിക്കണമെന്നാ. ആയിസ നിനക്ക്. മുത്തനാലിന്റെ അവിടുത്തെ വളവ് ഇങ്ങോട്ട് തിരിയുമ്പോ ഓർത്തേ ഉള്ളൂ നിന്റെ കാര്യം. എന്താ ഓർത്തത്? വല്ല ഇടവഴിയിലോ പൊന്തക്കാട്ടിലോ നിപ്പുണ്ടാവുന്നോ? അല്ലാണ്ട് എങ്ങനെയാ? ഇങ്ങനെ പാത്തും പതുങ്ങി നിന്നിട്ട് വേണമല്ലോ എനിക്ക് കാണാനുള്ളവരെ കാണാൻ. ഞാൻ ആ വീട്ടിലേക്ക് വരില്ല എന്നുള്ള കാര്യം നിനക്കും അറിയാം, എനിക്കും അറിയാം. എന്റെ വീട്ടിലാണെ അച്ഛനുണ്ടാവും, സുമിത്ര ഉണ്ടാവും. അപ്പൊ പിന്നെ ഇത് തന്നെ വഴി. മുകളിൽ ആകാശം, താഴെ ഭൂമി, നടുക്ക് നമ്മൾ രണ്ടും. നമുക്ക് നമ്മുടെ ഈ തങ്കരഥവും. ഇത് തന്നെ മോളെ സ്വർഗം. വാ കേറിങ്ങോട്ട്. അവര് നോക്കുന്നു. അവര് നോക്കട്ടെ. ഉണ്ണിയേട്ടാ നിർത്ത് ഉണ്ണിയേട്ടാ. ഇല്ല, എനിക്ക് പേടിയാവുന്നു ഉണ്ണിയേട്ടാ, നിർത്ത്. നിർത്തി. ഞാൻ ഇനി ഉണ്ണിയേട്ടുള്ള വഴിക്ക് വരില്ല എങ്ങനെയാണെങ്കിൽ. നീ എന്റെ സ്വന്തമെന്ന് നാട് മുഴുവൻ അറിയണ കാര്യമാ. പിന്നിപ്പോ 4 ആൾ കണ്ടാലെന്താ? സത്യം പറഞ്ഞ ഉണ്ണിയേട്ടനോട് എനിക്ക് ദേഷ്യ വരുന്നത്. ഉണ്ണിയേട്ട ഒരു ദുഷ്ടനാ. ചെറുത്താന്റെയും കടലിലെയും നടുക്കെന്ന് പറഞ്ഞ പോലെയാ ഇവിടെ എന്റെ സ്ഥിതി. അതിന്റെ ഇടയിലാ ഉണ്ണിയേട്ടൻ ഈ പാട്ടും കൂത്തും. ചേച്ചേ കരയാ? ഇതല്ലേ പറഞ്ഞ വേണ്ടെന്ന്. നിന്റെ കഥയൊന്നും അറിയാഞ്ഞിട്ടല്ല മോളെ. ഞാനൊന്ന് പൊട്ടിച്ചിരിച്ച് കാണിച്ചാലെങ്കിലും നിന്റെ മുഖത്ത് ഒരു ഇത്രയെങ്കിലും തെളിച്ച ഉണ്ടായാലോ എന്ന് കരുതിയിട്ട് മാത്ര ഞാൻ ഈ കോപ്പറേറ്റീവെല്ലാം കാട്ടണേ. ചിലപ്പോ തോന്നും ജ്യോത്സ്യവും കബഡിയും അവന്റെ പണ്ടാരവും എല്ലാം പുല്ലാന്ന് വിചാരിച്ച് നിന്നെയും കൊത്തിയെടുത്ത് പറന്ന് പറന്ന് ഈ ലോകത്തിന്റെ അങ്ങേ തലയ്ക്കൽ എവിടെയെങ്കിലും ചെന്ന് കൂടിയാലോ എന്ന്. പക്ഷേ അച്ഛനെ ഓർക്കുമ്പോഴാ എന്നെ സുമിത്രനെ പോലെ തന്നെയോ ചിലപ്പോ അതിനേക്കാളും കുറെ കൂടുതലായിട്ടോ നള്ളിനെ സ്നേഹിക്കുന്ന ആളല്ലേ എന്റെ അച്ഛൻ. അച്ഛന്റെ ചില സെന്റിമെന്റ്സ് അതിനെ മാനിക്കാനെങ്കിലും ഇത്രയും പുറത്ത് നമ്മള് കുറച്ചുകൂടെ അങ്ങ് പുറത്തൂടെ? അതാ. കണ്ടില്ലേ, എനിക്ക് ഇന്നത്തെ പൂരത്തിനുള്ള വകയായി. ഞാൻ സഹിച്ചോളാം. അതിന് ഉണ്ണേട്ടനാ എനിക്കൊരു ധൈര്യം. എത്ര ചെറുപ്പത്തിൽ വിധവയായാലും സമൂഹം അവളെ ശപിക്കപ്പെട്ടവളായി മാറ്റി നിർത്തും. വിധവയെ ആരും വിവാഹം കഴിക്കുകയില്ല. തലമുണ്ടനം ചെയ്യണം, തലമുണ്ടനം ചെയ്യണം. നല്ലിയർത്തി, മുണ്ടനം ചെയ്യാന്ന് വെച്ചാൽ എന്താ? തല മുട്ടയടിക്കുക. വെള്ള വസ്ത്രങ്ങളെ ധരിക്കാവൂ. ആഭരണങ്ങളോ അലങ്കാരങ്ങളോ അണിയാൻ അനുവദിച്ചിരുന്നില്ല. മംഗളമുഹൂർത്തങ്ങളിൽ വിധവയെ ദർശിക്കുന്ന അശുഭ സൂചകമായിട്ട് കണക്കാക്കിയിരുന്നു. ആർക്കും വേണ്ടാതെ എല്ലാവരും വേറെ ഗതിയില്ലാഞ്ഞിട്ടോ അല്ല 2ാം സംബന്ധമായിട്ട് ഞാൻ ഈ കുടുംബത്തിൽ വന്നു കയറിയത്. ഇവിടെ ആരുടെയും പണവും പകിട്ടും കണ്ടിട്ടുമല്ല. പഞ്ചാര വാക്കും പറഞ്ഞ് കൊഞ്ചിട്ടും കാല് പിടിച്ചിട്ടും വിളിച്ചിറക്കി കൊണ്ടുവന്നതാ എന്നെ നിന്റെ തന്ത. പുന്നാരമോളുടെ മഹിമകൾ പാടിക്കേട്ടപ്പോ അതിലങ്ങ് മയങ്ങിപ്പോയത് എന്റെ തെറ്റന്നെയാ. അടിക്കണം എന്നെ തന്നെ, ചെരുപ്പൂരി അടിക്കണം. എത്രയായാലും ആരാൻ പറ്റിയ താൻ പറ്റിയുള്ള വരില്ലെന്ന് ഞാൻ അന്നേ കാണേണ്ടതായിരുന്നു. എന്നിട്ടും ഇതോ പാപപുണ്യം വിചാരിച്ച് ഈ പാമ്പ് കുഞ്ഞിനെടുത്ത് ഒക്കത്ത് വെക്കാൻ വന്നപ്പോ വാളും പരിചയം എടുത്ത് നിന്നവരാ ഇന്ന് അവകാശം കൊണ്ടാടാൻ വരുന്നത്. ഒരു കണക്കിന് നോക്കിയാ നിന്റെ അച്ഛനെ നേരത്തെ അങ്ങ് കെട്ടിയെടുത്ത് നന്നായിടി. അല്ലെങ്കിൽ ഇപ്പൊ അളിയന്റെയും തൃപ്പുത്രന്റെയും താഴത്തിന് തലയും കുത്തി നിന്ന് ആടുന്നത് എന്റെ കണ്ണുകൊണ്ട് തന്നെ കാണേണ്ടി വരുമായിരുന്നു. എടി, നിന്റെ തോന്നിയാസത്തിന് നാട് തിരക്കി നടന്നാലേ മുട്ടുകാല് തല്ലിയൊഴിച്ച് മൂലക്കിലടി ഞാൻ പറഞ്ഞേക്കാം. പഴമക്കാരി പറയണ വെറുതെയാ 10 ഗുണം 10 ഗുണമെന്ന്. പെറ്റ മൂദേവി എന്തായിരുന്നു ആകാന്ന് ആർക്കറിയാം. അച്ഛനെ പറഞ്ഞ അടക്കി പിടിച്ചിട്ടായാലും ഞാൻ സഹിക്കണത്. അച്ഛന്റെ മേലെ നിങ്ങൾക്കൂടെ കുറച്ച് അവകാശമുള്ളതുകൊണ്ടാ. എന്നാ അമ്മ, അമ്മ എന്തിനാ നിങ്ങളീ പറയണത്? ക്ഷമിക്കണേനൊരു അതിരുണ്ട്. എന്നിട്ട് എന്താ നീ എന്നെ ചെയ്യാൻ പോണേ? അങ്ങ് വിഴുങ്ങി കളയോ? ചന്ദ്രാസം അടക്കിട്ടൊന്നും കാര്യമില്ല. അടങ്ങി ഒതുങ്ങി ഒള്ളേലോരി നിന്നിട്ട് ഒരു മൂലയിലെങ്ങാനും കിടന്നോ, അതാ നിനക്ക് നല്ലത്. എടാ രഘു, ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്,
വന്ന് എന്നിട്ട് കിടക്ക്. പറഞ്ഞത് കേട്ടില്ലേ? ചോറ് എന്നിട്ട് കിടക്ക്. എനിക്ക് വേണ്ട. എന്താ? എനിക്ക് വേണ്ട. ചോറും വേണ്ട, ഒന്നും വേണ്ട. ശരി, വേണ്ടെങ്കി വേണ്ട. കിടക്ക് പോയി. പോ. അവിടെ ഇവിടെയൊക്കെ കുറേശ്ശെ നരച്ചു. അപ്പോഴാ ഇവിടെ ചിലർക്ക് കുട്ടിക്കളി കളിക്കാൻ ആശ വരണത്. നിനക്ക് വിവരമില്ലാന്ന് പണ്ടേ അറിയാവുന്ന കാര്യമല്ലയോ? പിന്നെ ഞാനും നിങ്ങളോട്ട് പിള്ളേരോടെ കളിക്കണായിരിക്കും. എടീ ഭാര്യയെ, ജീവിതത്തിന്റെ പകുതി ഭാഗം എയർഫോഴ്സ് തീർന്നു. പിന്നെ കിട്ടിയത് നിന്റെ അപ്പന്റെ കുറെ എസ്റ്റേറ്റും മാങ്ങാത്തൊലിയും. ഇടയിലൊന്ന് റിലാക്സ് ചെയ്യാൻ ഇതൊക്കെയല്ലടി ഉള്ളൂ. നിന്ന് വാചം അടിക്കാതെ ചെന്ന് ഡ്രസ് ചെയ്യാൻ നോക്ക്. ഓ, നിന്റെ ഡിക്ഷണറിയിലെ മഹത് സംഭവങ്ങളിൽ ഒന്ന് ഷോപ്പിംഗ്. ഞാനതങ്ങ് മറന്നായിരുന്നു. പറക്കും. ഇല്ല, ഞാൻ ഇപ്പൊ റെഡി ആയേക്കാം. 5 minutes. ഓക്കെ? മീരെ, എന്താ മമ്മി? മോക്ക് ഡ്രസ് ഇത് മതിയോ? മമ്മി രഘുവിനെ കൂടെ വിളിച്ചോട്ടോ മമ്മി ഷോപ്പിങ്ങിന്. അവന്റെ അമ്മ അവനെ കാണാൻ വഴക്ക് പറയില്ലേ? ഇല്ലെന്നുണ്ടെങ്കിൽ വന്നോട്ടെ. വരുന്നോ? മീര നോക്ക്. രഘു, നാളെ വരുമ്പോ നളിനിയെടുത്തോട് ഒരു കാര്യം ചോദിച്ചിട്ട് വരുവോ? എടത്തിയോട് മീരയ്ക്ക് പാട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് വരണം. അത് നമ്മൾ തന്നെ ചോദിക്കുന്നല്ലേ നല്ലത്. നമ്മൾ വേണമെങ്കിൽ പോകാം. രഘു ഒന്ന് സൂചിപ്പിച്ചു വെച്ചോട്ടെ. സരിഗമ പദനി സനി ദപ മഗരി 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 സരിഗമ പദനി സനി ദപ മഗരി. ആദ്യത്തെ ദിവസമല്ലേ, ഇന്ന് ഇത്രയും മതി. രഘുവിന്റെ അമ്മ സമ്മതിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ പേടി. അവര് കുഴപ്പമുണ്ടാക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. ആദ്യം കുറച്ച് ഒച്ചയും വിളിയൊക്കെ ഉണ്ടാക്കിയതാ. ഇപ്പൊ ഇറങ്ങാൻ നേരത്താ ഞാൻ ചെന്ന് പിന്നെയും ചോദിച്ചത്. എന്തായോ എന്തോ ഒരു മറുപടിയും പറഞ്ഞില്ല. ഞാൻ യാത്ര പറഞ്ഞെങ്കിൽ പോരും ചെയ്തു. അമ്മാവൻ ഞാനിത് പറഞ്ഞപ്പോ തന്നെ സമ്മതിച്ചു. ആശീർവദിച്ചിട്ടാ വിട്ടത്. കലാപ്രേമികളെ, ഇന്ന് രാത്രി തലക്കുളത്തൂർ സേവാസംഘം മൈതാനത്ത് നവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സുപ്രസിദ്ധ ഗായകൻ കൈതപ്രം നമ്പൂതിരിയുടെ വമ്പിച്ച ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളേവരും സന്നിഹിതരായി പരിപാടി ഒരു വൻ വിജയമാക്കാൻ. ഗാനമേളയുടെ അവിടെ പാട്ടും കേട്ടോണ്ടിരുന്നപ്പോ, അതും പ്രേമഗാനങ്ങൾ വന്നപ്പോ നീ എന്താ ആലോചിച്ചോണ്ടിരുന്നത്? ഒന്നും ആലോചിച്ചില്ല. നോണ, നീ ആലോചിച്ചത് ഈ പാടനെല്ലാം എന്നെ ഉണ്ണിയേട്ടനെ പറ്റിയാണല്ലോന്നാ. കോകില ഇണയെ വിളിക്കുന്നു എന്ന് പാടുമ്പോ ഈ ഉണ്ണിക്കോകിലം ഇങ്ങ് പടിഞ്ഞാറ് എരഞ്ഞിക്കലിരിക്കുന്ന നളിനി കോകിലത്തിനെ വിളിക്കുന്നു എന്ന്. ആ പാട്ടില് രണ്ടുപേരെയെ നമ്മുടെ ഏർപ്പാടുമായിട്ട് ചേരാത്തുള്ളൂ. ഏതൊക്കെയാന്ന് പറയാൻ പറ്റുമോ? എനിക്കറിയില്ല, തന്നെ തന്നെ പറഞ്ഞാ മതി. മണ്ടൂസ്. ഇതാണ്. ഇണയോ വിളി കേൾക്കുന്നില്ല, അനുപല്ലവി പാടുന്നില്ല. നമ്മുടെ കഥ ഇതല്ലല്ലോ. നമ്മൾ രണ്ടിലൊരാൾ ആരും മറ്റേയാളെ എപ്പോ വിളിച്ചാലും ആടാനല്ല, പാടാനല്ല, മരിക്കാനായാലും തയ്യാറല്ലേ? അത് പിന്നെന്താ? ഈ അസ്തമിക്കാൻ പോണ സൂര്യബിംബം നോക്കിയിട്ട് ഞാൻ സത്യം ചെയ്യാം. എന്റെ ഉണ്ണേട്ടം പറഞ്ഞ എന്ത് ചെയ്യാനും എന്ത് സാഹസം കാട്ടാനും ഞാൻ തയ്യാറാ. ഗുഡ് മോർണിംഗ്. അഭിവാദ്യം ചെയ്താൽ തിരിച്ച് അഭിവാദ്യം ചെയ്യാന്നുള്ള സാമാന്യ മര്യാദയെങ്കിലും കാണിക്കുമെന്ന് വിചാരിച്ചു. എന്താ ഗോപ, എന്താ പറഞ്ഞു നീ? ഒന്നുമില്ല ആന്റി, ഞാനേ ഈ മുല്ലപ്പൂമാല എന്ത് ഭംഗിയാന്ന് ആലോചിക്കായിരുന്നു. അതൊരു പന്തിയില്ലാതെ പോക്കാണല്ലോ ആന്റി. സ്ഥലം ഒഴിഞ്ഞു തന്നേക്കാം, എന്താച്ചാ ചെയ്തോന്നുള്ള മട്ടില്. അവക്ക് നമ്മുടെ അടുത്ത് വല്ല സംശയം ഉണ്ടോ? എനിക്കെന്താന്നറിഞ്ഞില്ലേ? അവള് സംശയിച്ച അവളുടെ ചക്കാത്തിലല്ലേ ഞാനിവിടെ കഴിയണത്.
ആദ്യം വന്ന ക്ഷീണം ഒന്ന് മാറട്ടെ, അതിനിടയിൽ ഞാൻ കുടിക്കാൻ എടുക്കാം. കുടിക്കാൻ മാത്രം പോരാ, കടിക്കാനും വേണം. ഈ സ്വന്തം ബന്ധമെന്നെല്ലാം പറയണത് വെറുതെ. എനിക്ക് അവനെ ആദ്യം കണ്ടപ്പോഴേ അറിയാം. ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ളൊരു ആന്റി വിളി. എന്തെല്ലാം കാണാൻ എന്റെ ഈശ്വരാ ഞാൻ. ഏടത്തിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവിടുന്ന് എവിടെയും പോവില്ല. രണ്ടിനെയിട്ട് കുരങ്ങ് കളിപ്പിക്കുമായിരുന്നു. എനിക്ക് വയ്യ സുമിത്ര ഒന്നിനും. ആ വീടിന്റെ ഓരോ മുക്കിലും മൂലയിലും എനിക്കിപ്പോഴും എന്റെ അമ്മയുടെ മണമുണ്ടെന്ന. അവിടെ ഇപ്പൊ കണ്ണി കണ്ട ജന്തുക്കളെല്ലാം കയറി തോന്നിയമാര് നടക്കണം. തരുണിയമണികൾ അമ്പലത്തിൽ നിന്നായിരിക്കും. നിന്റെ കണ്ണീന്ന് ഇന്നോളം ഒഴുകിയ കണ്ണീരുണ്ടായിരുന്നെങ്കിൽ സഹാറ മരുഭൂമി ഒരു പുഞ്ചനിലാക്കായിരുന്നു. ആട്ടെ, എന്താ ഇപ്പൊ പുതിയ കഥ, കണ്ണീർ കഥ? അതിനു മുമ്പൊരു ചോദ്യം. രണ്ടാളും കഥ, കവിത, നാടകം എല്ലാം പറഞ്ഞു തീർക്കുന്നവരേലും ഞാൻ ഇവിടെ തന്നെ നിൽക്കാവോ അതോ പോണോ? പൊന്നു പെങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് തോന്നുന്നത് അതുപോലെ ചെയ്യാം. എന്നാ ഞാൻ പോവാം. ഓ ദിവസവും നീ ഇങ്ങനെ അമ്പലത്തിൽ പോയി പറയാനുള്ളത് മുഴുവൻ കരഞ്ഞു പറഞ്ഞു തീർക്കണ്ടല്ലോ. എന്നിട്ടെന്താ ദൈവങ്ങൾ നിന്റെ മേൽ പ്രസാദിക്കാത്തത്? ചിലപ്പോ നിന്റെ അപേക്ഷകളൊന്നും അങ്ങ് എത്തുന്നില്ലെന്നുണ്ടോ? ദേവലോകത്തെ പോസ്റ്റൽ സർവീസ് പണിമുടക്കോ മറ്റോ? ദൈവങ്ങളെ പരിഹസിച്ചാൽ മേൽഗതി ഉണ്ടാവില്ല. ഓ, അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. തളിയിലമ്പലത്തിൽ തുലാഭാരം നേർന്നിട്ടാ ഉണ്ണിയേട്ടുണ്ടായത്, അത് മറക്കണ്ട. അപ്പോ കുട്ടികളുണ്ടാണ് തുലാഭാരം നേർന്നിട്ടാ? വേണ്ട ഉണ്ണിയേട്ടാ, ഞാൻ ഈ കളിക്ക് നിൽക്കില്ല. ദൈവദോഷം പറയണ്ട. ഉണ്ണിയേട്ടന് ഉറക്കം വരില്ലെന്ന് വെച്ചാ ഞാൻ പോവാ. പിണങ്ങിയോ? എനിക്കുണ്ട് മോളെ ഭക്തിയൊക്കെ. നിന്നെ വെറുതെ ചുണ്ടി പിടിപ്പിക്കാൻ പറഞ്ഞതല്ലേ. ചിരിച്ചേ, നിന്റെ അപൂർവ ചിരികളിലൊന്ന് മനസ്സ് തുറന്ന്. ഏയ്, അവിടെ നിൽക്ക്. ഈ ചന്ദനക്കുറി ആര് തൊട്ടാന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്താ പറയണ്ടേ? എന്റെ പേരറിയില്ലേ? നളിനിന്ന്, എരഞ്ഞിക്കലെ നളിനിന്ന്. എന്നാ ഞാൻ ഉറക്കെ വിളിച്ചു പറയാൻ പോവാ. ഈ ചന്ദനക്കുറി തൊട്ട് ഇത് ഈ കുട്ടനായരുടെ കൊക്കിലടങ്ങണ കാര്യമായതുകൊണ്ടാ ഒത്തു വന്നത്. ഉണ്ണിയുടെ കാര്യത്തിന് ഇതിലും വലിയ ഇടങ്ങളിൽ പിടിപാടുണ്ടാവണം. ചുറ്റണീന്റെ ഇടയിൽ കിട്ടുന്ന ന്യൂസുകൾ കൊണ്ട് തരാനേ കുട്ടനായരെ കൊണ്ടുവയ്ക്കൂ. ഇതാച്ചാ ഇതാ ഇത് കുട്ടനാരും വെച്ചോളൂ. കടലാസുകളെല്ലാം നള്ളിയുടെ പേർക്ക് നയിക്കാൻ ഏർപ്പാട് ചെയ്തോളൂ. സ്വന്തം കൈകൊണ്ട് തന്നെ വാങ്ങി സന്തോഷമായിട്ട് തുടങ്ങിക്കോട്ടെ. എന്തിനാ ആ ഗൗതമനെ കൊന്നത്? തനി പൈങ്കിളി സ്റ്റൈലായി പോയി. ഞാൻ കരുതിയത് അവസാനം ഗൗതമനെയും മൈഥിലിനെയും തമ്മിൽ കൂട്ടിച്ചേർക്കുന്നായിരുന്നു. അതിന്റെ അർത്ഥം വേണ്ടത്ര പാകം വരാത്തൊരു മനസ്സാ ഇപ്പോഴും നിന്റെ എന്നാ. ഓ പിന്നെ, മനുഷ്യരെ കൊല്ലുന്നതാണപ്പോ പക്വതയുടെ ലക്ഷണം എന്നായിരിക്കും. അത് ചിലപ്പോ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവില്ല. അതെന്താ? അത് എന്റെ മണ്ടക്കകത്ത് എന്താ കളിമണ്ണ എന്നാ ഉണ്ണിയേട്ടൻ കരുതിയത്? അല്ലേ, തനി ചേറ് തന്നെയാണേ. ഒരൊറ്റ കുത്തുവെച്ച. ഏയ് നിക്ക്, ഞാനും വരട്ടെ അങ്ങോട്ട്. ചോദിച്ചതിനുള്ള മറുപടി കേട്ടോളൂ. ജീവിതത്തിൽ ശാശ്വതമായ സത്യം ദുഃഖമാണെന്ന എന്റെ കൺസെപ്റ്റ്. ദുഃഖത്തിന്റെ ഉലയിൽ വെച്ച് ഊതി സ്ഫുടം ചെയ്തെടുത്താലേ മനുഷ്യന്റെ സത്തയ്ക്ക് ഔദിത്യം ഉണ്ടാവുള്ളൂ, തേജസ് ഉണ്ടാവുള്ളൂ, ജ്വലിച്ച് വെളിച്ചം വരത്തുള്ളൂ. ഗൗതമൻ മരിച്ചതിന് ശേഷം വെള്ളയെടുത്ത് പൊട്ടും പൊന്നൊന്നും ഇല്ലാതെ ഉറഞ്ഞുകൂടിയ ദുഃഖം മാതിരി നിൽക്കുന്ന മൈഥിലിയെ ഒന്ന് സങ്കല്പിച്ചു നോക്ക്. ജീവിച്ചിരുന്ന ഗൗതമനോട് അവൾക്കുണ്ടായിരുന്ന സ്നേഹത്തിനും പ്രേമത്തിനും പാതി പകട്ടേ ഉള്ളൂ. കാരണം എന്താണെന്നറിയാം നിനക്ക്? അതിൽ സ്വാർത്ഥതയുടെ അംശം ഉണ്ടാവാന്നുള്ളത് തന്നെ. എന്നാൽ മരിച്ചു മണ്ണോട് ചേർന്ന ഗൗതമനോട് കൂറ് കാട്ടിയിട്ട് നീതി പുലർത്തിയിട്ട് മൈഥിലിക്ക് എന്ത് സ്വാർത്ഥം നേടാനാവും? ഗീതയിൽ പറയണ പോലെ ലാഭേച്ഛ കൂടാത്ത കർമ്മം, അങ്ങോട്ട് കൊടുക്കുന്നത് തിരിച്ചിങ്ങോട്ട് കിട്ടില്ല എന്നറിഞ്ഞുള്ള പ്രേമം.
അവിടാണ് മോളെ പ്രേമം പ്രേമമാവുന്നത്, ഉദാത്തമാവുന്നത്. എന്താ അല്ലേ? എനിക്ക്